നമസ്കാരം. ട്രംപിനും അമേരിക്കയ്ക്കും അയിത്തം മുഴുവൻ ഇന്ത്യക്കാരോടാണ്. അമേരിക്ക കൈവരിച്ച പല നേട്ടങ്ങളുടെയും ചുക്കാൻ പിടിച്ചത് സിരകളിൽ ഇന്ത്യൻ രക്തമൊഴുകുന്ന വംശജർ തന്നെയാണ് എന്ന് മറന്നുകൊണ്ടാണ് ഇന്ത്യക്കാർക്കെതിരെ അയിത്തം കൽപ്പിക്കുന്ന പുതിയ നടപടിയുമായി ട്രംപ് ഭരണകൂടം ഇറങ്ങിയിരിക്കുന്നത്. അമേരിക്കയുടെ ശാസ്ത്രീയ, സാങ്കേതിക, സാമ്പത്തിക, സാമൂഹിക മേഖലകളിൽ ഇന്നത്തെ വിജയം കൈവരിക്കാൻ വലിയ പങ്ക് വഹിച്ചവർ ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം വ്യക്തമാണ്. ഇന്ത്യൻ വംശജരായ പ്രഗത്ഭരായ മസ്തിഷ്കങ്ങളാണ് അതിനൊക്കെ ചുക്കാൻ പിടിച്ചത്. അവരുടെ ബുദ്ധിയും വിദ്യാഭ്യാസ മികവുമാണ് അമേരിക്കയുടെ മുന്നേറ്റത്തിന് അടിത്തറ പാറ്റിയത്. ഈ കാലഘട്ടത്തിൽ മാത്രം സിലിക്കൺ വാലിയിലെ ടെക് ഭീമന്മാരുടെയും ഉന്നത പദവികളിൽ ഇരിക്കുന്ന ഇന്ത്യൻ വംശജരുടെയും എണ്ണം പരിശോധിച്ചാൽ തന്നെ അത് വ്യക്തമാകും. ഗൂഗിൾ സിഇഒ സുന്ദർ പിച്ചെ, മൈക്രോസോഫ്റ്റ് സിഇഒ സത്യ നദല്ല, IBM സിഇഒ അരവിന്ദ് കൃഷ്ണ, അഡോബ് സിഇഒ ശന്തനു നാരായൺ തുടങ്ങിയവർ ലോകത്തെ നയിക്കുന്ന കമ്പനികളുടെ തലവന്മാരാണ്. ഇവരുടെ നേതൃത്വത്തിൽ അമേരിക്കൻ സാങ്കേതിക രംഗം അതുല്യമായ വളർച്ചയാണ് കൈവരിച്ചത്. അവരുടെ തീരുമാനങ്ങൾ ആഗോള സാമ്പത്തിക വളർച്ചയെയും ഡിജിറ്റൽ മാറ്റങ്ങളെയും സ്വാധീനിച്ചു. ഇനി ശാസ്ത്രമേഖല മാത്രം പരിശോധിച്ചാൽ നാസയിലുള്ള നിരവധി ഇന്ത്യൻ ശാസ്ത്രജ്ഞർ അമേരിക്കയുടെ ബഹിരാകാശ ദൗത്യങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നു. കൽപ്പന ചൗള, സുനിത വില്യംസ് തുടങ്ങിയവർ അമേരിക്കയുടെ ബഹിരാകാശ ചരിത്രത്തിൽ സുവർണ അധ്യായങ്ങൾ കുറിച്ച ഇന്ത്യൻ ചോര സിരകളിൽ നിറച്ചവരാണ്. മെഡിക്കൽ, ഫാർമസ്യൂട്ടിക്കൽ, എഞ്ചിനീയറിംഗ് മേഖലകളിലും ഇന്ത്യൻ ശാസ്ത്രജ്ഞരുടെ സംഭാവനകൾ വൻപിച്ചതാണ്. കോവിഡ് പ്രതിരോധ വാക്സിനുകൾ വികസിപ്പിക്കുന്നതിൽ പോലും ഇന്ത്യൻ വംശജരായ ഗവേഷകർ നിർണായക പങ്കുവഹിച്ചു. അമേരിക്കയിലെ മുൻനിര സർവകലാശാലകളിലും ഗവേഷണ കേന്ദ്രങ്ങളിലും ഇന്ത്യൻ വിദ്യാർത്ഥികളും അധ്യാപകരും പ്രധാന പങ്കാണ് വഹിക്കുന്നത്. അവർക്കിടയിൽ നിരവധി പേർ നൊബേൽ പുരസ്കാരങ്ങൾ വരെ നേടി. അവരുടെയൊക്കെ പരിശ്രമം ഇന്നൊവേഷനും അറിവും നിറഞ്ഞ ഒരു ലോകത്തെ സൃഷ്ടിക്കുന്നതിൽ വലിയ സംഭാവനകളാണ് നൽകിയത്. ഇന്ത്യൻ വംശജരുടെ സംരംഭകത്വം അമേരിക്കയുടെ സാമ്പത്തിക വളർച്ചയ്ക്കും തൊഴിൽ സൃഷ്ടിക്കും അടിത്തറ പാകിക്കൊടുത്ത ചരിത്രവും ഇതുവരെയും മാഞ്ഞുപോയിട്ടില്ല. ആയിരക്കണക്കിന് ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകൾ അമേരിക്കൻ മണ്ണിൽ വേറിട്ടു ലോകപ്രശസ്തമായ കമ്പനികളായി മാറി. എന്നിട്ടും ഇന്ത്യക്കാരോട് അയിത്തം പുലർത്തുന്ന, അവരെ പടിയടച്ചു പിണ്ടം വയ്ക്കുന്ന നെറികെട്ട വാക്കുകളും പ്രവൃത്തിയുമാണ് അമേരിക്കക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇന്ത്യക്കാരെ കൂട്ടത്തോടെ നാടുകടത്തണമെന്ന് ആഹ്വാനം ചെയ്ത് ഫ്ലോറിഡയിലെ കൗൺസിൽ ചാൻസലർ ലാംഗവിൻ അസിനാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. സാമൂഹിക മാധ്യമത്തിലൂടെയാണ് അദ്ദേഹം വിവാദ പരാമർശം നടത്തിയിരിക്കുന്നത്. പോസ്റ്റ് വിവാദമായതിനു പിന്നാലെ പാംബെ സിറ്റി കൗൺസിൽ ശനിയാഴ്ച ലാംഗവിനെ താക്കീത് ചെയ്തു. തുടർന്ന് വിവാദങ്ങൾ അടങ്ങിയ പോസ്റ്റുകളിൽ ഒരെണ്ണം അദ്ദേഹം ഡിലീറ്റ് ചെയ്തു. എന്നാൽ വിവാദ പരാമർശങ്ങളിൽ അദ്ദേഹം ഇതേവരെ ഖേദപ്രകടനം നടത്തിയിട്ടില്ല. അമേരിക്കയുടെ കാര്യത്തിൽ ഒരൊറ്റ ഇന്ത്യക്കാരനും കരുതലില്ല എന്നാണ് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചത്. സാമ്പത്തികമായ ചൂഷണം ചെയ്യാനും ഇന്ത്യയെ സമ്പന്നമാക്കാനും വേണ്ടിയാണ് ഇന്ത്യക്കാർ ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം കുറിപ്പിൽ പറയുന്നു. എന്നാൽ പോസ്റ്റ് വിവാദമായതോടെ താൽക്കാലിക വിസക്കാരെ കുറിച്ചാണ് താൻ പറഞ്ഞതെന്നും അമേരിക്കയിലുള്ള ഇന്ത്യൻ സമൂഹത്തെ കുറിച്ചല്ല എന്നും തിരുത്തി. ഒക്ടോബർ 2-നും US-ലെ എല്ലാ ഇന്ത്യക്കാരുടെയും വിസ പിൻവലിച്ച് ട്രംപ് ഉടനടി അവരെ നാടുകടത്തണമെന്നും അമേരിക്കക്കാർക്കുള്ളതാണ് എന്നും ലാംഗവി പരാമർശിച്ചിരുന്നു. ഇന്ത്യക്കാർ അമേരിക്കക്കാരുടെ പോക്കറ്റ് ഊറ്റിയെടുക്കാൻ മാത്രമാണ് അമേരിക്കയിലുള്ളതെന്ന് മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞു. കൂട്ടത്തോടെയുള്ള നാടുകടത്തൽ നിലപാടുകളോട് യോജിക്കുന്ന US-ലെ യാഥാസ്ഥിതികരായ ഹിന്ദുക്കളുടെയും ഇന്ത്യക്കാരുടെയും നിലപാടിനെ കുറിച്ചും ലാംഗവിൻ ഒക്ടോബർ 18-ലെ പോസ്റ്റിൽ പരാമർശിക്കുന്നു. ഇന്ത്യക്കാർ അടക്കമുള്ളവരുടെ അമേരിക്കയിലേക്കുള്ള വൻതോതിലുള്ള കുടിയേറ്റം തങ്ങളെ ദോഷകരമായി ബാധിക്കുന്നുണ്ടെന്ന് അവർ തന്നെ തന്നോട് പറഞ്ഞതായും അദ്ദേഹം അവകാശപ്പെട്ടു. അമേരിക്കയുടെ മഹത്തായ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞാൽ പോലും അത് സാങ്കേതിക വിപ്ലവം മുതൽ ബഹിരാകാശം വരെയായാലും ഇന്ത്യയുടെ ബുദ്ധിശക്തിയുടെ കൈത്താങ്ങില്ലാതെ സാധ്യമായിരുന്നില്ല എന്ന് ഉറപ്പിച്ചു പറയാം. ലോകമറിയുന്ന ഒരു സത്യമാണിത്. എന്നിട്ടും നെറികെട്ട വാക്കുകൾ പടച്ചുവിടുമ്പോൾ ഇന്ത്യയുടെ മസ്തിഷ്കങ്ങൾക്ക് ലോക രാഷ്ട്രങ്ങൾക്കിടയിലുള്ള മൂല്യം എന്താണ് എന്ന് അമേരിക്ക ഒന്ന് ഓർത്താൽ നല്ലതായിരിക്കും. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച